തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ അവൻ അവളോട് ചോദിക്കുന്നത് സിദ്ധു കേട്ടു. എന്റെ പിറകെ ഇങ്ങനെ നടക്കുന്നത് എന്തിനാ? അവൾ പറഞ്ഞു, എനിക്ക് നിന്നോട് പ്രണയമാണ്. അത് കേട്ട് സിദ്ധു അസ്വസ്ഥനായി. കാർട്ടൂൺ കാണുമ്പോൾ ഇടയ്ക്ക് വന്ന പരസ്യത്തിലും കാമുകി കാമുകനോട് പറയുന്നത് സിദ്ധു കേട്ടു, നീ എവിടെ പോയാലും ഞാൻ പിറകെ വരും. അന്ന് രാത്രിയിൽ സിദ്ധു വിഷമത്തോടെ പറഞ്ഞു, അപ്പേ എന്നെ ഒരാൾ പ്രണയിക്കുന്നുണ്ട് അപ്പേ. ഞാൻ ഞെട്ടി. അതെന്താ മോനെ അങ്ങനെ തോന്നാൻ? സിദ്ധു പരാതി പറഞ്ഞു, അവൾ എന്റെ പിറകെ നടക്കുക അപ്പേ. കൂടെ പഠിക്കുന്ന റേച്ചലിന്റെ പോലും മുഖത്തോട്ട് നോക്കാത്ത ആളല്ലേ അപ്പേ ഞാൻ. എനിക്ക് ഈ ഗതി വന്നല്ലോ അപ്പേ. ഞാൻ അടിമുടി വിറച്ചു. എന്റെ കൊച്ചിന്റെ സമ്മതമില്ലാതെ പ്രേമിക്കുന്ന അവൾ ആരടാ? സിദ്ധു വേഗം ലൈറ്റ് ഓണാക്കി ഭിത്തിയിലേക്ക് കൈ ചൂണ്ടി. അവിടെ ഉണ്ട കണ്ണുരുട്ടി അവനെ പ്രണയത്തോടെ നോക്കുന്ന ഒരു പല്ലി. സിദ്ധുവിന്റെ ഒച്ച പൊങ്ങി. ഇവളെപ്പോ നോക്കിയാലും എന്റെ പിറകെയാ. TV കാണുമ്പോ അവിടെ ഉണ്ടാവും, തിന്നാനിരിക്കുമ്പോ അവിടെയും എന്നെ വായും പൊളിച്ചു നോക്കിയിരിക്കും. ഹോംവർക്ക് ചെയ്യുമ്പോ ഇവൾ ഇങ്ങനെ നോക്കിയിരുന്നാൽ എന്റെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റില്ലേ? കുളിക്കാൻ കയറിയാലും ഇവൾ എനിക്കൊരു പ്രൈവസിയും തരത്തില്ലപ്പേ. നിക്കർ ഊരാൻ പോലും എനിക്കിപ്പോ പേടിയാ. പല്ലിക്ക് എന്നോട് പ്രണയമാണോ അപ്പേ? സംഗതി ഗൗരവമുള്ളതാണല്ലോ. എല്ലാ വീട്ടിലും ഉണ്ടാവും എവിടെ നോക്കിയാലും പ്രൈവസി തരാതെ വാ പൊളിച്ചു നോക്കിയിരിക്കുന്ന കുറെ പന്ന പല്ലികൾ. അതോടെ പല്ലിയെ തുരത്താനുള്ള വഴികൾ ഞങ്ങൾ ഒന്നിച്ച് ഗൂഗിളിൽ നോക്കി. ഒരെണ്ണം പോലും ഇനി സിദ്ധുവിന്റെ പിറകെ നടക്കരുത് അപ്പേ. പിറകെ പോയിട്ട് കൊച്ചിന്റെ പരിസരത്ത് വരാൻ അപ്പ സമ്മതിക്കില്ല സിദ്ധു. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.